നമസ്കാരം, ഞാൻ കമറുദ്ദീനാണ് ചെന്നൈയിൽ നിന്ന്. ഇപ്പോ ഈ FBയിൽ വരാനുള്ള കാരണം, എന്റെ വിഷയം, കേരളത്തിലെ എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യർ, എല്ലാ മതനേതാക്കൾ, എല്ലാ രാഷ്ട്രീയ നേതാക്കൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ആശയങ്ങളോ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുന്ന ഒരു കുടുംബമാണ് ഇന്ന് കേരളത്തിന്റെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കുന്ന പാണക്കാട്ടിലെ കുടപ്പനക്കൽ തറവാട് എന്ന് പറയുന്ന ആ തറവാടിലെ കുടുംബം. ആ കുടുംബത്തെ ഏത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അവർക്ക് കൊടുക്കുന്ന സ്ഥാനം ഹൃദയത്തിലാണ്. അങ്ങനെയുള്ള ആ കുടുംബത്തിന്റെ ഒരു അംഗത്തിനെ ബഹുമാന്യനും ആദരണീയനുമായ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ വ്യാജ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇന്നലെ കുറച്ചു നേരം പ്രചരിപ്പിച്ച് ഒരു സുപ്രഭാതത്തിൽ അത് മിസ്സിംഗ് ആയി, അത് ഡിലീറ്റായി പോയി. അതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളാണ്. ഒരു തന്തയ്ക്ക് പറഞ്ഞവരൊന്നും ഇങ്ങനെയുള്ള തെമ്മാടിത്തരം ചെയ്യില്ല. അതും ഇല്ലാത്ത AI പോലെയുള്ള ഈ സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടായിരിക്കാം ഇത് വിദേശത്തിൽ നിന്നും 2-3 ദിവസം മുന്നേ ക്രിയേറ്റ് ചെയ്ത ഒരു ഐഡിയ ആണ് എന്നും പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്തിനാണെങ്കിലും അതിനെതിരെ ശക്തമായ രീതിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം PK കുഞ്ഞാലിക്കുട്ടി വരെ ഒരുപാട് പ്രഗത്ഭന്മാരായ മുസ്ലിം ലീഗ് നേതാക്കൾ DGP മുതൽ ഒരുപാട് ആളുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ അന്വേഷിച്ചിട്ട് ഇപ്പോ പ്രതിയെ കിട്ടാൻ പോകുന്നു എനിക്ക് വലിയ ഉറപ്പൊന്നും കാണാനില്ല. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ തന്തയില്ലായ്മ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ പല ആശയങ്ങളിൽപ്പെട്ട ആളുകളാണ്. കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, അല്ലെ, RSS ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, SDPI ഉണ്ട്. അങ്ങനെ ഒത്തിരി രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്തു തന്നെ ആയിക്കോട്ടെ, മലപ്പുറം ടൗണിലൂടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നല്ല ആളുകൾ അതിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ അവർ കുടപ്പനക്കൽ തറവാട് സന്ദർശിക്കും. അവിടെ പോയി കട്ടൻ ചായ മിച്ചറും കഴിക്കും, അല്ലെങ്കിൽ അവിടെ ബിരിയാണി കഴിക്കും. അത് കഴിച്ച് അവരോട് നല്ലപോലെ സംസാരിച്ച് സന്തോഷത്തിന്റെ 4 വാക്കുകൾ സംസാരിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങിയിട്ടേ പോവാറുള്ളൂ. അവിടെ മുസൽമാനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഒന്നും ഇല്ല. അത്രയും പവിത്രമായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽപ്പെട്ട ഒരു കുടുംബമാണെന്ന് പോലും കേട്ടുകേൾവിയുണ്ട്. എനിക്ക് വലിയ ഒരു അറിവൊന്നുമില്ല. നമ്മളൊക്കെ നല്ലപോലെ രാഷ്ട്രീയ മേധാവട്ടെ നല്ലപോലെ മനസ്സിനകത്ത് ആ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പൗരനാണ്. അത് വേറെ. ആ കുടുംബത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല സ്നേഹിക്കുന്നത്, ഹിന്ദുക്കൾ മാത്രമല്ല സ്നേഹിക്കുന്നത്, ക്രിസ്ത്യാനികൾ മാത്രമല്ല സ്നേഹിക്കുന്നത്, എല്ലാ മനുഷ്യരിൽപ്പെട്ട ആളുകളും ആ കുടുംബത്തെ സ്നേഹിക്കും. ആ കുടുംബം കേരളത്തിന് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഇന്ത്യ രാജ്യത്തിന്റെ ചില സംസ്ഥാനങ്ങളിൽ ആക്രമണങ്ങളും പലതും മുസ്ലിങ്ങൾക്കെതിരെ കാഴ്ചവെച്ചിട്ടും നിശബ്ദമായി ഇരുന്നുകൊണ്ട് കേരളത്തിൽ ഒരാളും ഒന്നിനും പോകരുത്, നമ്മളെല്ലാവരും ഒന്നാണ്, എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നാണ് എന്ന് കേരളത്തിന്റെ മുസ്ലിം സമൂഹത്തോട് നല്ല രീതിയിൽ അവതരിപ്പിച്ച് സമാധാനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകണം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട്ടെ കുടുംബം. അതേപോലെ തന്നെ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, ഇപ്പോ ഹിന്ദുക്കളിലാണെങ്കിലും മുസ്ലിങ്ങളാണ്, ഈ പറയുന്ന മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും, ഈ മത പണ്ഡിതന്മാരൊക്കെ എത്രയോ നല്ല പണ്ഡിതന്മാരുണ്ട്. എന്താ ഹിന്ദുക്കളിലില്ലേ, ക്രിസ്ത്യൻസിലില്ലേ, മുസ്ലിങ്ങളില്ലേ? ഇവർക്കെതിരെയൊക്കെ അനാവശ്യമായി ഈ വ്യാജ സ്ക്രീൻഷോട്ട് വെച്ച് ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഒന്നും നോക്കാതെ ശക്തമായി അപലപിക്കണം. ഇതൊന്നും ശരിയല്ല. ഇതൊക്കെ ഒരു തുള്ളിക്ക് പറഞ്ഞതാണോ ഈ ചെയ്യുന്നവന്മാരൊക്കെ? എത്ര തുള്ളിക്ക് പറഞ്ഞതാണെന്ന് പടച്ചോനിക്കറിയാം. ഇങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും ഇവരോട് യോജിക്കാൻ കഴിയില്ല. നമുക്ക് തമ്മിത്തല്ലാം ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയ ആശയങ്ങൾ പലതുമാകുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാറുണ്ട്, പോസ്റ്റുകൾ ഇടാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറി പറയും. അതൊക്കെ സ്വാഭാവികമാണ്. അനാവശ്യമായി ഇല്ലാ കഥകൾ പടച്ചുവിടരുത്. ഇതൊന്നും മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. മൃഗങ്ങൾക്കുണ്ടായ മൃഗങ്ങൾ പോലും ഒരു ചെറിയൊരു എളിമയും ഒരു സമാധാനത്തിന്റെ പാതയിൽ പോവാനും അവർ ശ്രമിക്കും. മൃഗങ്ങൾ പോലും ശ്രമിക്കും. എന്നിരിക്കെ ഈ ചില പരനാറികള് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തി ഇല്ലാത്ത തെണ്ടിത്തരം ഉള്ളതാ ഒരിക്കലും ആരും പറയില്ല. ഇല്ലാത്ത തെണ്ടിത്തരം ചെയ്തിട്ട് ഈ കേരളത്തിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനോട് ഒരിക്കലും നമ്മൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഈ തെണ്ടിത്തരം ചെയ്ത ആ ക്രിമിനലോളി ആരാണോ അവനെ, അത് എത്ര വലിയവനാണെങ്കിൽ ശരി, എന്തോ കിട്ടും എന്ന് നമുക്കറിയില്ല, പരമാവധി അന്വേഷിച്ച് കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരണം. പിന്നെ ആശയപരമായി വിയോജിപ്പുണ്ടെങ്കിലും ഉള്ളത് പറയാം. മുൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നമ്മുടെ സുരേഷ് ഏട്ടന്റെ മോൾക്കെതിരെ പോലും മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വന്നു. അതിനെതിരെ നമ്മളും ശക്തമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിലും പോസ്റ്റുകൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. രാഷ്ട്രീയ മേധാവട്ടെ അച്ഛനും മോൾക്കെതിരെ പോലും മോശമായിട്ടാണ് അവസാനം അന്വേഷണം നടത്തി. അവസാന സമയത്ത് അന്വേഷണം വഴിമുട്ടി. അത് എന്താ സംഭവം നമുക്കറിയില്ല. രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ വിമർശിക്കൂ, കുഴപ്പമൊന്നുമില്ല. ഒരു കാരണവശാലും ഇല്ലാ കഥകൾ സമുദായ നേതാക്കൾക്കെതിരെ
അത് മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ എന്നല്ല, പവിത്രമാക്കപ്പെട്ട ഒരുപാട് നേതാക്കളുണ്ട് എല്ലാ മതത്തിലും. അവർക്കെതിരെ അനാവശ്യമായിട്ട് പഴച്ചുവിട്ടിട്ട് നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മളെ പോലുള്ള ഓരോ ജനാധിപത്യ മതേതര വിശ്വാസികളാണ്. ജാതിയും മതവും ആശയങ്ങളും ആദർശങ്ങളും എല്ലാം വ്യത്യാസമുണ്ടെങ്കിലും നമ്മളൊക്കെ മനുഷ്യരല്ലേ. നമ്മൾക്കൊക്കെ നമ്മൾ എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ മതങ്ങളും എല്ലാം പറഞ്ഞിട്ടുള്ളത് സമാധാനമാണ്. തീവ്രവാദമോ അവനെ കണ്ടാ കൊല്ലണോ ഇവനെ കണ്ടാ കൊല്ലണോ ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയത്തിന് വേണ്ടി 4 വോട്ടിന് വേണ്ടി ഇല്ലാ കഥകളെ പടച്ചുവിടുന്ന സൈബറോളികളുള്ള കാലത്തിന്റെ മുന്നിലൂടെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മൾക്ക് ആശയങ്ങൾ വ്യത്യാസമുണ്ടാകും. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലെവലിൽ വോട്ട് ചെയ്തോ. ഒരു മതവും ഒരു മതത്തെ ആക്രമിക്കാൻ പറഞ്ഞിട്ടില്ല. ഒരു മത നേതാക്കളും ഒരു മറ്റുള്ള മതത്തിൽപ്പെട്ടവരെ ആക്രമിക്കണം ഒരിക്കലും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ വേണ്ട സമാധാനമാണ്. ചിന്തിക്കുക. ദയവ് ചെയ്ത് അനാവശ്യമായിട്ടുള്ള പണിയൊന്നും ആരും ചെയ്യാതിരിക്കുക. അള്ളാഹു പാണക്കാട്ട് കുടുംബത്തിന് ഇനിയും സർവ്വ ഐശ്വര്യങ്ങൾ കൊടുക്കട്ടെ. കാരണം ആ കുടുംബം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങൾക്കും വേണ്ടി നന്മ ചെയ്യുന്ന കുടുംബമാണ്. എന്തോ ആവട്ടെ, ആ KMCC പോലെയുള്ള ഒരു സംഘടന ലോകരാഷ്ട്രങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അവർ മുസ്ലിം ലീഗുകാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയില്ലാട്ടോ. മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയല്ല, മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളിൽപ്പെട്ട ഒരു സംഘടനയാണ് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന് കീഴിൽ പ്രവർത്തിക്കുന്ന KMCC. എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അനാവശ്യമായിട്ട് ആ കുടുംബത്തിൽ നിന്ന് ദയവ് ചെയ്ത് വലിച്ചിടരുത്. ഇതൊന്നും ശരിയല്ല. എത്രയോ നല്ല നല്ല ആളുകൾ, നിങ്ങൾ വേറെ രാഷ്ട്രീയപരമായി ആശയപരമായി മുസ്ലിം ലീഗിനെയോ കോൺഗ്രസിനെയോ കമ്മ്യൂണിസ്റ്റിനെയോ BJP-യോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞോളൂ. അതൊക്കെ ഒരു രസമാണ്. പക്ഷെ ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്നതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അതൊന്നും ശരിയല്ല. കേരളത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഒരുപാട് പങ്കുവഹിച്ച കുടുംബമാണ് പാണക്കാട്ടിലെ കുടപ്പനയ്ക്കൽ തറവാട്ടിലെ കുടുംബം. ഒരിക്കലും മറന്നു പോകരുത്. ആ കുടുംബത്തോട് എനിക്കടക്കം ഒരുപാട് കടപ്പാടുണ്ട്. എന്റെ കുടുംബപരമായിട്ട് പറയുകയാണെങ്കിൽ അതൊന്നും ഞാനിവിടെ അവതരിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അത് ഒരു സമയത്ത് എപ്പോഴെങ്കിലും അവതരിപ്പിക്കും. അപ്പൊ ഇങ്ങനെയുള്ള തെണ്ടിത്തരങ്ങളൊന്നും ചെയ്യരുത്. ദയവ് ചെയ്ത് ഇത് ശക്തമായ അന്വേഷണം നടത്തി ഈ പ്രതിയെ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരണം. അത് ഏത് വ്യക്തിയാണെങ്കിലും എത്ര കൊടികുത്തിയ കൊമ്പനാണെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളോടൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ ഇലക്ഷനാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആശയങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചോ, സന്തോഷം. അതിൽ തന്നെ വോട്ട് ചെയ്തോളൂ. ദയവ് ചെയ്ത ആക്രമണങ്ങളും കൊലപാതകങ്ങളും വർഗീയതയും ഒന്നും പറയാതെ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, പുരോഗമനത്തിന് വേണ്ടി, നമ്മുടെ കേരളത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നല്ല നല്ല ഗവൺമെന്റുകളെ തിരഞ്ഞെടുക്കുക. നല്ല നല്ല ആളുകൾക്ക് വോട്ട് ചെയ്യുക. ദയവ് ചെയ്ത് ജാതി മതവും പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കാതിരിക്കുക. ഇതുപോലെയുള്ള സ്ക്രീൻഷോട്ടുകളൊന്നും അനാവശ്യമായിട്ട് പ്രചരിപ്പിക്കാതിരിക്കുക. നിങ്ങളൊക്കെ ഒരു തന്തയ്ക്ക് ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ കേൾക്കണം. അങ്ങനെ പ്രചരിപ്പിക്കുന്നവരുടെ തന്തയുടെ എണ്ണം എത്രയാണെന്ന് ചിലപ്പോൾ അവരുടെ തള്ളയ്ക്ക് പോലും ചിലപ്പോൾ അറിയില്ല. കൂടുതലൊന്നും പറയാനില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, നന്ദി, നമസ്കാരം.